ബിജെപിയിൽ ചേർന്ന മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി സിപിഎം നേതാവ് എം മണി. രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നും എം മണി പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ താനാണെങ്കിലും തല്ലിക്കൊല്ലണം എന്നും മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിൽ എം മണി പറഞ്ഞു. ആദ്യം ആ വാക്കുകളിലേക്ക്. പണമുണ്ടാക്കി കഷ്ടപ്പെട്ട് കടമെടുത്ത് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പാടുപെടും. മണം ഗുണമെന്നുള്ള ഏർപ്പാട് അത് ഇവിടുത്തെ സഹാക്കൾ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നല്ലോ അഭിപ്രായം. രാജേന്ദ്രനെ ഇപ്പോ എവിടെയാണ് ബിജെപിയുടെ ഓഫീസിൽ പോയി സന്തോഷപ്പെടുത്തും. അത് ഞങ്ങൾക്ക് നമ്പില്ല, അത് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ അതിൽ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ബിജെപി തന്നെ ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ പണ്ട് ചെയ്യാൻ മടിച്ച കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്താണ് എം മണി പറയുന്നത്? ദില്ല, കഴിഞ്ഞ ദിവസമാണ് എസ് രാജേന്ദ്രൻ ബിജെപിയിൽ ചേർന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബിജെപി ചേരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നു. അതിന് പിന്നാലെ സിപിഎമ്മിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജേന്ദ്രനെതിരെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ വലിയ കാര്യമായിട്ട് പ്രതികരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും മൂന്നാറിൽ നടന്നൊരു പരിപാടിക്കിടെയാണ് എം മണിയുടെ ഭാഗത്ത് നിന്ന് ഈ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടി സഖാക്കൾ നിർദ്ദേശം നൽകുന്ന രീതിയിലായിരുന്ന പ്രസംഗം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എല്ലാം ക്ഷമിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പാർട്ടിയിൽ നിന്ന് 3 തവണ എംഎൽഎ ആയി എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നേടിയെടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് എം മണിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്. അത് പൊതുവേദിയിലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, പ്രസംഗത്തിനിടെ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിപ്പറയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അത്തരമൊരു വാക്ക് പ്രയോഗിച്ച ശേഷം കൈകൊണ്ടൊരു ആക്ഷൻ ആയിരുന്നു. അങ്ങനെയുള്ള പ്രതികരണം ഉൾപ്പെടെ എം മണിയുടെ ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് രാജേന്ദ്രനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ഈ പാർട്ടിയിൽ നിന്ന് എംഎൽഎ ആയതുകൊണ്ട് കിട്ടുന്നതാണ്. അത് മേടിച്ച് ഞണ്ണണം എന്നതടക്കമുള്ള ഭാഷയിലാണ് എം മണി പറഞ്ഞത്. എം മണി എസ് രാജേന്ദ്രൻ ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജേന്ദ്രന്റെ ഭാര്യയ്ക്കും ഇതേ രീതിയിൽ പെൻഷൻ കിട്ടും എന്നതടക്കമുള്ള രൂക്ഷമായ ഭാഷയിലായിരുന്നു എം മണിയുടെ പ്രതികരണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ വലിയ തരത്തിലുള്ള അമർഷം രാജേന്ദ്രൻ പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട് പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എം മണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.